നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യചിന്തയുടെ ദിവസമാണ്. ഞാൻ ഭജഗോവിന്ദം ഒരു ശ്ലോകം ഒന്ന് അർത്ഥം പറയാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കൂ. ഭജഗോവിന്ദത്തിലെ ഒരു ശ്ലോകമാണ്. 4ാമത്തെ ശ്ലോകമാണിത്. 4ാമത്തെ അല്ല, 5ാമത്തെ ശ്ലോകമാണ്. 5ാമത്തെ ശ്ലോകം, അതായത് നമ്മൾ ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല ആരോഗ്യത്തോടുകൂടി യൗവനയുക്തരായി ധനം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ നമുക്ക് നല്ല മാന്യമായ സ്ഥാനമുണ്ട്. എവിടെ? കുടുംബത്തിലും ഉണ്ട്, നാട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതിനെല്ലാം അമാന്തം വന്നു, ശരീരം ക്ഷീണിച്ചു, ധനസമ്പാദനത്തിരി കുറഞ്ഞു വെച്ചു, വയ്യാണ്ടായി പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോലും പിന്നെ ഒരാളുണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിലെ. അത് വളരെ മനോഹരമായ വിധത്തിൽ കവി അവതരിപ്പിക്കുന്നതിലുണ്ട്. യാവത്തിത്തോ ദിത്തോപാർജനസക്ത യാവത്വിത്തോപാസനസക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത യാവത്വിത്തോപാർജനസക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത പശ്ചാജ്ജീവിതി ജർജരദേഹേ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. ഇതിൻ്റെ പദങ്ങൾ നോക്കൂ. ഇനി യാവത് വിത്തോ, ആരാണോ വിത്തം, വിത്ത ഉപാർജന സക്ത, എപ്പോൾ പണം സമ്പാദിക്കാൻ നമ്മളെ കൊണ്ടാകും എന്നുവെച്ചാൽ നമ്മൾ വരുമാനമുള്ള ആളായിരിക്കുന്നു. പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണോ, അങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം മുഴുവൻ ആസക്ത, അവനെ എല്ലാവർക്കും സ്നേഹമാണ്, ബഹുമാനമാണ്, ഭക്തിയാണ്, നല്ല മാന്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാവത്വിത്തോപാർജനസക്ത, വിത്തം ആർജിക്കാൻ കഴിവുള്ള കാലത്ത് എല്ലാവരും പ്രിയപ്പെട്ടവനാണ്. താവന്നിജ പരിവാരോ രക്ത, പിന്നീട് അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ആ പണത്തിൻ്റെ വരവൊക്കെ ഇത്തിരി കുറഞ്ഞു പോയി. പരിവാരോ രക്ത, കുടുംബത്തിൽ വലിയ കിട്ടപ്പോരൊന്നും ഇല്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ, അങ്ങനെയുള്ള സമയത്താകുമ്പോൾ നമ്മളെ ആരും തന്നെ ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ല. പശ്ചാജ്ജീവതി ജർജരദേഹേ പശ്ചാജ്ജീവതി ജർജരഗേഹേ, ശരീരമൊക്കെ അങ്ങോട്ട് ചൊട്ടി, ആ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. തലമുടിയൊക്കെ ഒന്ന് നരച്ചു, കണ്ണൊക്കെ കൊണ്ടിലാണ്ടു, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് വാർദ്ധക്യത്തിൽ പ്രവേശിച്ചു. കാശിന് വലിയ കിട്ടപ്പോരുമില്ല. ഇങ്ങനെ ഒരവശതയായി, ശരീരവും ക്ഷീണിച്ചു. നിർജ്ജരദേഹേ, ശരീരം അങ്ങ് ക്ഷീണിച്ച് വളരെ അവശനായിരിക്കുന്ന സമയത്ത് വാർത്താങ്കോപി, വാർത്തകൾ, വിവരങ്ങൾ, നമ്മളങ്ങനെ ജീവിക്കുന്നവനായി കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലൊരാൾ പോലും പ്രച്ഛതി ഗേഹേ ന പ്രച്ഛതി ഗേഹേ വാർത്താങ്കോപി, കോപി എന്ന് വെച്ചാൽ ഒരാൾ പോലും, എവിടെ? ഗേഹേ, വീട്ടിലുള്ള ഒരാൾ പോലും വാർത്താന്ന പ്രച്ഛതി, ആളുടെ വിവരങ്ങളൊന്നും അന്വേഷിക്കുക പോലും ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ആയ കാലത്ത് ഒക്കെ എല്ലാവർക്കും വലിയ ബഹുമാനവും കാര്യമൊക്കെ ആയിരുന്നു. വരുമാനമൊക്കെ കുറഞ്ഞു, ക്ഷീണഭാവമായി, രോഗങ്ങൾ ചിലതൊക്കെ കൂട്ടായി. അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിൽ പോലും ഒരാൾ നമ്മുടെ ക്ഷേമം അന്വേഷിക്കാനുണ്ടാവില്ല എന്നാണ് ഭക്തകവി പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി ശ്ലോകം ഒന്ന് വായിക്കാം. എത്ര കാലം ധനസമ്പാദനത്തിൽ താല്പര്യമുള്ളവനായിട്ടിരിക്കുന്നുവോ, ധനം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നുവോ, അത്ര കാലം ബന്ധുമിത്രാദി പരിജനങ്ങളൊക്കെ തന്നെ സ്നേഹിക്കും.
ആസക്തി ഉണ്ടാവും. പണങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവർക്കും നമ്മളോട് വലിയ സ്നേഹമായിരിക്കും. അത് കഴിഞ്ഞ് ക്ഷീണദേഹനായി വാർദ്ധക്യത്തിലേക്ക് എത്തി ശരീരം ക്ഷീണിച്ചു രോഗിയായി അങ്ങനെയും ജീവിക്കുന്നതായാൽ അവൻ്റെ വീട്ടിലൊരാൾ പോലും അയാളെപ്പറ്റി അന്വേഷിക്കുവാൻ ഒരു കാര്യവും അന്വേഷിക്കാൻ ഉണ്ടായി എന്ന് വരില്ല എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. യാവത് വിത്തോപാർജനസക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത പശ്ചാജീവതി ജർജരദേഹേ വാർത്താങ്കോപീന പ്രശ്ചതി ഗേഹേ. ഭജഗോവിന്ദത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത്. നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇതൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും അവസ്ഥ. പണ്ടേ മഹാന്മാർ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നു എന്നുള്ള കാര്യമൊന്ന് മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. സാഹിത്യചിന്ത ഒന്ന് വായിക്കൂ. ഭജഗോവിന്ദം കേട്ടിട്ടുണ്ടാകാം, ഒന്നുകൂടി കേൾക്കൂ. എല്ലാവർക്കും നന്ദി.